നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മമ്മൂട്ടി നായകനായി കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ നമ്മുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. ഈ ചിത്രത്തിന്റെ ഓരോ ദിവസത്തെയും ബോക്സ് ഓഫീസ് കണക്കുകൾ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുമായി ബേസ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് 4 ദിവസത്തെ കണക്കുകളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെ കിട്ടിയ ഒരു സിനിമയാണ്. എല്ലാ റിവ്യൂ ചെയ്യുന്നവന്മാരും എല്ലാ തിയേറ്റർ റെസ്പോൺസുകളിലും എല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് റിവ്യൂ കിട്ടിയ ഒരു ചിത്രമാണ്. കുറച്ചധികം ഡീഗ്രേഡിംഗ് ഈ സിനിമയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഡീഗ്രേഡിംഗ് ബാധിച്ചു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ചിത്രത്തിന്റെ പ്രൊമോഷൻ വളരെ മോശമായിരുന്നു എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു ഘടകമാണ്. വെയിൽ വലിയ കാര്യമായിട്ട് അടിക്കുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത്രയൊക്കെ മാക്സിമം കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ 4 ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ വിദേശ കണക്കുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല എന്ന് ഞാൻ തുടക്കം തൊട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു. 2 ദിവസത്തെ വിദേശ കണക്കുകൾ ലഭ്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് 4 ദിവസം പിന്നിട്ടിരിക്കുന്നു. പക്ഷെ 3 ദിവസത്തെ വിദേശ കണക്കുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ കണക്കാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ കേരളത്തിൽ പടം എങ്ങനെ ഓടുന്നോ ആ രീതിയിൽ തന്നെയാണ് GCCയിലും പടം ഓടാറ്. ഇതിപ്പോൾ GCCയിലെ കണക്കുകളാണ് ലഭ്യമായിരിക്കുന്നത്. മറ്റു പല രാജ്യങ്ങളിലും പടം റിലീസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒന്നും കണക്കുകൾ ലഭ്യമായിട്ടില്ല. GCCയിൽ നിന്ന് ഇത്രയും ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് വ്യാഴം വെള്ളി ശനി 3 ദിവസം കൊണ്ട് മാത്രമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് 5 കോടി രൂപയാണ്. 5 കോടി രൂപ 3 ദിവസം കൊണ്ട് വിദേശത്ത് നിന്ന് നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 2 ദിവസം കൊണ്ട് വെറും 3 കോടി രൂപ മാത്രമാണ് നേടിയെടുത്തത്. ശനിയാഴ്ച മാത്രം 2 കോടിയിലേക്ക് എത്താനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കളക്ഷൻ വരേണ്ട ഫസ്റ്റ് ഞായറാഴ്ച ഈ സിനിമയുടെ വിദേശ കണക്കുകളിൽ നിന്ന് ലഭ്യമായിട്ടില്ല. GCCയിൽ അങ്ങനെ വെള്ളിയാഴ്ചയാണ് സാധാരണയായിട്ട് കണക്ക് കൂടുതൽ കാണാറ്. എന്നിരുന്നാൽ പോലും ശനിയാഴ്ച ഇവിടെ കളക്ഷൻ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞായറാഴ്ച അതിനേക്കാൾ കൂടുതലുള്ള കളക്ഷൻ ലഭ്യമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 7.5 കോടി രൂപയ്ക്ക് അടുത്തേക്ക് 4 ദിവസം കൊണ്ട് വിദേശ കണക്ക് വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ GCCയിലെ കണക്ക് വന്നിട്ടുണ്ടാകും എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഉറപ്പ് പറയുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ 3 ദിവസം കൊണ്ട് 5 കോടി രൂപ GCCയിൽ നിന്ന് മാത്രം നേടിയ സിനിമയ്ക്ക് മറ്റ് രാജ്യങ്ങളിലെ കണക്കുകൾ ലഭ്യമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 2 കോടി രൂപയെങ്കിലും ആ ഒരു മാർഗത്തിലൂടെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ 23-ാം തീയതി തന്നെ ഓസ്ട്രേലിയയിൽ ചിത്രം റിലീസ് ചെയ്തു എന്നുള്ളതിന്റെ തിയേറ്റർ ലിസ്റ്റ് നമുക്ക് കിട്ടിയിരുന്നു. നമ്മളത് പുറത്ത് വീഡിയോ ചെയ്തിരുന്നു. 51ഓളം തിയേറ്ററുകളിലാണെന്നാണ് എന്റെ ഓർമ്മ. അതുപോലെ തന്നെ 24-ാം തീയതി തൊട്ട് പിന്നത്തെ ദിവസം നമ്മുടെ ന്യൂസിലൻഡിലും പടം റിലീസ് ചെയ്തിരുന്നു. ന്യൂസിലൻഡിൽ 16 or 15 തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്തത്. അത് എത്രയാണെന്ന് ഓർക്കുന്നില്ല. അപ്പൊ എന്തിനേലും അത്രയും തിയേറ്ററുകൾ, ഏകദേശം ഒരു 66-67 തിയേറ്ററുകളിൽ സിനിമ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. നല്ല ടിക്കറ്റ് ചാർജ് ഉള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസം സിനിമയ്ക്ക് അവിടെ കിട്ടി എന്നുണ്ടെങ്കിൽ തന്നെ 1 കോടിക്ക് മുകളിൽ അവിടെ നിന്ന് കളക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. യൂറോപ്പിൽ നല്ല രീതിയിലുള്ള റിലീസ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അത് ഫാൻ മെയ്ഡ് പോസ്റ്റർ ആണോ എന്നുള്ളൊരു ഡൗട്ട് വന്നതുകൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാതിരുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഫാൻ മെയ്ഡ് പോസ്റ്റർ ആണെങ്കിൽ പോലും അല്ലെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള റിലീസിംഗ് എങ്കിലും ആ സിനിമയ്ക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൂടി വരുന്ന സമയത്ത് എങ്ങനെ പോയാലും ഈ 3 ദിവസം, അതായത് 3 ദിവസം കൊണ്ട് 5 കോടി രൂപ കിട്ടിയ സിനിമ മറ്റുള്ള രാജ്യങ്ങളിലെയും അതുപോലെ തന്നെ GCCയിലെയും കൂടി കൂട്ടി 4 ദിവസം കൊണ്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10 കോടി രൂപയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതും സാധ്യത മാത്രമാണ് പറയുന്നത്. നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്ക് 3 ദിവസം കൊണ്ട് 5 കോടി എന്നുള്ളതാണ്. അത് നല്ല ഒരു കണക്കാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഇനി നമുക്ക് കളക്ഷനിലേക്ക് കടക്കാം. കേരളത്തിലെ കളക്ഷനിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ എന്നും പറയാറുള്ള ഒരു കാര്യമാണ്, എന്നാലും കുറെ മണ്ടന്മാർ വന്നിട്ട് താഴെ കുറെ തെറിവിളിയൊക്കെ കേൾക്കുന്നതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതല്ല എന്ന് പറയുന്നത്. ഇന്നലെ പറഞ്ഞതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അത് അവർ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ കേട്ടതായിട്ട് നടിക്കുന്നില്ല. നമ്മൾ പറയുന്നത് തെറ്റാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പാഴായ ശ്രമം മാത്രമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ടർബോന്റെ കണക്കായിരിക്കും ഈ ഒരു
ഒരു കാര്യത്തിൽ. ടർബോ പറഞ്ഞപ്പോൾ വേറെ ഏതോ ഒരു മമ്മൂട്ടി പടത്തിന്റെ കണക്ക് തന്നെയാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് പടത്തിന്റെ റിവ്യൂ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കളക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴും മോഹൻലാലിന്റെ ആയാലും മമ്മൂട്ടിയുടെ ആയാലും കളക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ആളുകൾ വന്നിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവരുടെ തന്നെ മുൻകാല ചിത്രങ്ങളുടെ കളക്ഷൻ വീഡിയോസ് ഞാൻ ചെയ്ത് വെച്ചിട്ട് താരതമ്യം ചെയ്തിട്ടാണ് പറയുന്നത്. ടർബോന്റെ ഞാൻ ചെയ്ത ഓരോ ദിവസവും വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഒരു സിനിമയുടെ മാത്രമല്ല, എല്ലാ സിനിമയുടെയും ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും കളക്ഷൻ പറയാറുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞത് ഫൈനൽ കളക്ഷൻ വരെ പറഞ്ഞത് കൃത്യമാണോ എന്നുള്ളത് ആ സിനിമയുടെ കളക്ഷൻ നോക്കി കഴിഞ്ഞിട്ട് ഫൈനൽ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകളും നോക്കുമ്പോൾ അറിയാം. പലരും ഇവിടെ 140 കോടി രൂപ വരെ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് 140, ടർബോയ്ക്ക് 140 കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവരൊക്കെ ഇപ്പോൾ എവിടെ? അവരായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിന് 15 കോടി കിട്ടി, 20 കോടി കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നു. പിന്നെ ഞാൻ തമ്പനയിൽ പലതും ഇടും. അത് എൻ്റെ സ്വാതന്ത്ര്യം, ഞാൻ അതങ്ങനെ പല രീതിയിലും കാണിക്കും. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡേ 1,75,00,000 രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് നേടിയെടുക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചത്. 1,85,00,000 രൂപ വരെ മറ്റു പല ചാനലുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തിനേലും പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ അവരുടെ ഫോളോ ചെയ്തില്ല. ഫസ്റ്റ് ഡേ അവരെന്താ പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ. 1,75,00,000 രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ 1,20,00,000 രൂപയാണ് രണ്ടാം ദിവസത്തെ കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് 31.43% ഇടിവാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാം ദിവസത്തേക്ക് വന്നപ്പോൾ 1,65,00,000 രൂപയായിട്ട് കളക്ഷൻ കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 37.50% ഉയർച്ച അവിടെ സാധിക്കുന്നുണ്ട്. എന്നാലും ഒന്നാം ദിവസത്തിന്റെ അത്രയും കളക്ഷനിലേക്ക് എത്തിയിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ എത്താറില്ല. കാരണം ചിത്രത്തിന് മൂന്നാം ദിവസം കളക്ഷൻ കൂടുമെന്നുണ്ടെങ്കിലും റിലീസ് ചെയ്ത ദിവസത്തെ വെട്ടിക്കുന്നത് ശരിക്കും ആദ്യത്തെ ഞായറാഴ്ചയായിരിക്കും സാധാരണയായിട്ട്. ഈ നേരത്തെ പറഞ്ഞ മാതിരി ആളുകൾ വന്ന് തെറി വിളിക്കുന്ന ഈ ഒരു കാര്യത്തിലാണ്. കാരണം ഇന്നലെ ഞാൻ ഈ ചിത്രത്തിന്റെ കണക്ക് പറഞ്ഞിരിക്കുന്നത് 1,37,00,000 രൂപ എന്നാണ്. അവിടെയും ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു അതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി അത് വരത്തുള്ളൂ. ഇന്ന് പറയുമ്പോൾ അതിന്റെ കണക്ക് കൃത്യമായിട്ട് ലഭ്യമാവുമെന്നുള്ളത്. ഇന്ന് പറഞ്ഞ കണക്കാണ് കൃത്യമായിട്ടുള്ള 1,65,00,000 രൂപ. ഇനി നാലാം ദിവസത്തെ കണക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് 1,85,00,000 രൂപ എന്നാണ്. അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒഫീഷ്യൽ അല്ല, ഇതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കണക്ക് വരാൻ പോകുന്നത് ഇന്ന് രാത്രിയോട് കൂടിയായിരിക്കും. അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാനിത് പറയുമ്പോൾ ഈ 1,85,00,000 രൂപ എന്നുള്ളത് ഞാൻ മാറ്റി പറയും. അത് മിക്കവാറും ഒരു 2 കോടിക്ക് മുകളിൽ പോകാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട്. എന്ത് തന്നെയാലും നാലാം ദിവസം ഇപ്പോൾ ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 1,85,00,000 രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഡേയിനേക്കാൾ 10 ലക്ഷം രൂപയിലൂടെ അധികം കളക്ഷൻ ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ കേരള ബോക്സ് ഓഫീസിൽ നാലാം ദിവസം സാധിച്ചിട്ടുണ്ട്. ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ 6,45,00,000 രൂപയാണ് ചിത്രത്തിന് ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വെറും 4 ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 50 ലക്ഷം രൂപയാണ് 2 ദിവസം കൊണ്ട് ചിത്രത്തിന് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ 2 ദിവസം കൂടി കൂട്ടുമ്പോൾ അതേ ഇതോടുകൂടി തന്നെ പോവുകയാണെങ്കിൽ പോലും ഏകദേശം ഒരു 75 ലക്ഷം രൂപ കൂടി മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1,25,00,000 രൂപയോളം ഇപ്പോൾ തന്നെ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവും. എന്തിനേലും അത് നമുക്ക് ലഭ്യമായിട്ടില്ല. നിലവിലെ അവസ്ഥയിൽ 4 ദിവസം കൊണ്ട് 6,45,00,000 രൂപയോളം കളക്ഷൻ നേടിയ ചിത്രത്തിന് 5 കോടിയോളം രൂപ 3 ദിവസം കൊണ്ട് വിദേശ കണക്കുകളും ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് 11,45,00,000 രൂപ ഇതുവരെ ചിത്രം കളക്ഷൻ നേടിയിട്ടുണ്ട് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് ഉൾപ്പെടെ. പക്ഷെ വിദേശ മാർക്കറ്റുകളിലെ ഞായറാഴ്ചത്തെ കണക്ക് ലഭ്യമായിട്ടില്ല. അപ്പോൾ അത് കുറച്ചിട്ട്, അതായത് 4 ദിവസത്തെ കേരള കളക്ഷനും 3 ദിവസത്തെ വിദേശ കളക്ഷനും കൂടി കൂട്ടുമ്പോൾ 11,45,00,000 രൂപയോളം വന്നിട്ടുണ്ട്. എങ്ങനെ പോയാലും ഒരു 13 കോടി രൂപയോളം ഇതുവരെ നേടിയിട്ടുണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും തെറിവിളികളും കാര്യങ്ങളും താഴെ രേഖപ്പെടുത്തുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.